കളിക്കുന്നതല്ലേ? വീടിന്റെ മുറ്റത്തും അങ്ങനെ കാണാൻ പറ്റില്ല ചിലപ്പോൾ. ചില വീടിന്റെ മുൻവശത്ത് അത് കാണുന്നില്ല. ഏത് കമ്പി കൊണ്ടൊക്കെ നല്ല ബലമായി ഒപ്പിച്ച് വീടിന്റെ മുൻവശം. അതെ, ഇത് ബാസ്കറ്റ് ബോൾ കളിക്കാൻ തന്നെയാ. അതെ, പിന്നല്ലേ തന്നെ പിള്ളേർക്ക് കളിച്ച് പഠിക്കാനേ. പിന്നെ വലത് ചോദ്യം ചോദിച്ചാലാ എന്തെങ്കിലുമൊക്കെ പറയാന്, അല്ലാതെ ചോദിക്കാൻ എന്തുവാ ഞാൻ പറയുന്നത്. ഇവിടെയൊക്കെ വന്നിട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാല് വളരെ മനോഹരമാണ് അമേരിക്ക. അപ്പോഴേ എൻ്റെ മനസ്സിലൊരു വേദവാക്യമാണ് വരുന്നത്. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളത്, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി. കരയെയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. എടാ, ഈ അമേരിക്കയും ദൈവം മനഞ്ഞിരിക്കുന്നതാണെന്ന് ഓർക്കുമ്പം ദൈവം ആരപ്പാ? ഞാനങ്ങ് അത്ഭുതപ്പെടുക. എനിക്ക് ചിലപ്പോൾ അബ്ബാവി ദാവീന്ന് വിളിക്കാൻ ഒരു അറപ്പാ ദൈവത്തെ. കാരണം ഇത്ര വലിയവനായ ദൈവത്തെ കയറി ചുമ്മാ അങ്ങ് വിളിച്ചാൽ മതിയോ? എന്ത് വലിയവനാ ദൈവം. ഞാൻ അറ്റ്ലാന്റിക് മഹാസമുദ്രത്തിൻ്റെ ആ തീരത്തോട് ഇങ്ങനെ വളരെ ദൂരം കാറിലൊന്ന് സഞ്ചരിച്ചു. ഈ സമുദ്രം ദൈവം ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ എനിക്ക് അറ്റ്ലാന്റിക് അല്ലല്ലോ ഇവിടുത്തെ പറഞ്ഞ? അവിടെ മയാമിയിലോ? മയാമി. ഓക്കെ. ഓ, ഇതാ ദൈവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഈ ഹൂസ്റ്റണിൻ്റെ അങ്ങനത്തെ അതൊക്കെ ഏറ്റമായിരിക്കും. തമ്പി കുട്ടിയുടെ വീട്ടിൽ പോയപ്പോഴേ അതിൽ കപ്പൽ പോലിരിക്കുന്ന സൂത്രത്തെ കയറി അങ്ങനെ ഐലൻഡിലേക്ക് പോയി. 10-25 മൈൽ അപ്പുറമേ നാളിൽ പോയപ്പോൾ. അത് ശരി. ഈ കിണാപ്പിൻ്റെ ഒക്കെ പേരും എനിക്ക് ഓർമ്മയിലങ്ങനെ നിൽക്കുകയില്ല. ഞാൻ അപ്പോഴോർത്തു എൻ്റെ ദൈവം വീട്ടിൽ പോയി പിള്ളേരെ കാണുമോ ഇനിയുണ്ട്. അമ്പട അതിനിടയ്ക്ക് തിമിങ്ങനമാണെന്ന് പറഞ്ഞ് ഒരെണ്ണം പൊങ്ങുന്ന കണ്ടു. എന്തൊരു കളികളൊക്കെയാണ് ഇത് ദൈവം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യ. ഏതായാലും ഞാൻ അമേരിക്കയുടെ ഈ ഭരണാധിപന്മാരെയും മുൻകാലങ്ങളിൽ ജീവിച്ചിരുന്നവരെയും ഒക്കെ ഓർത്ത് അത്ഭുതം കൂറുകയാണ്. അത് കാരണം ഇവിടുത്തെ ഈ സംവിധാനങ്ങളാണ്, ഈ റോഡ്, ഈ വഴികൾ, ഇതൊക്കെ എത്ര മനോഹരമായി, എത്ര അത്ഭുതകരമായിരിക്കുന്നു. ഞാൻ നാട്ടിലായിരിക്കുമ്പോഴേ അമേരിക്ക അങ്ങനെയാണ്, അമേരിക്ക ഇങ്ങനെയാണ്, പോയേച്ച് വന്ന് ഓരോ വിദ്വാൻമാർ പറയുന്നതാണ്, കണ്ടേച്ച് വന്ന് പറയുന്ന കാര്യമാണ്. പക്ഷെ അതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നേരിട്ട് കണ്ടല്ലേ മനസ്സിലാവും. വരേണ്ടത് അത്യാവശ്യമായിരുന്നു. നേരിട്ട് കണ്ടല്ലേ മനസ്സിലാവും. ജീവിതത്തിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ 1000 മൈലുകൾ സഞ്ചരിക്കാൻ, ഈ അമേരിക്കയിൽ സഞ്ചരിക്കാൻ ഇടയായത് ഓർക്കുമ്പോൾ എനിക്ക് മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല ഒക്കെ പറഞ്ഞാലും തീരാത്ത പുതിയ അനുഭവങ്ങളാണ് പറയാനുള്ളത്. ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ എന്ത് പറയാനാ, ഞാൻ വിചാരിച്ചതുപോലെ ഒന്നും അല്ല കാര്യങ്ങൾ. എനിക്ക് 65 വയസ്സ് കഴിഞ്ഞിപ്പം. ഞാൻ ഒരു 10-60 വർഷക്കാലം കേരളത്തിൽ നെടുകയും കുറുകയും ഒക്കെ ഇങ്ങനെ സഞ്ചരിക്കുക, ഒരിക്കൽ പോലും വീട്ടിലിരിക്കാറില്ല. 65 വർഷം ഞാൻ സഞ്ചരിച്ചതിനേക്കാൾ കൂടുതൽ ഈ അമേരിക്കയിൽ വന്നിട്ട് ഇവിടെ നെടുകയും കുറുകയും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ചു ഈ 2 മാസത്തിനുള്ളിൽ. ഒമ്പട എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം എങ്ങനെ ഇത് സാധിച്ചു എന്ന് ഞാനങ്ങ് ആശ്ചര്യപ്പെടുക. ദൈവം സഹായിച്ചതാണ്. എഴുമറ്റൂർ രജയുടെ തെക്കേ വീട്ടിലെ സണ്ണിയുടെ വീട്ടിലും വന്ന് എനിക്ക് പാർക്കാൻ ഇടയായപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ താഴത്തെ കുന്നേരെ എനിക്ക് ഇങ്ങനെയൊക്കെ ദൈവം സഹായിച്ചല്ലോ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക, ഇതെല്ലാം ഓർത്ത് അമേരിക്ക കണ്ടുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയല്ല ഞാൻ മറ്റെന്ത് ചെയ്യാനാണ്. ദൈവം ഞാൻ മടങ്ങിച്ചെന്ന് എൻ്റെ സഹോദരി സഹോദരന്മാരെ ഒക്കെ കാണാനും വല്ലതുമൊക്കെ പറയാനും ഇടയാകട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. അല്ലാതെ ഒന്നും പറയാനില്ല. പിന്നെ എന്തുകൊണ്ട് പറയാൻ? എന്താ പറയാനാ, കണ്ട് ഇവിടെ വരാൻ വന്ന് ഞങ്ങൾക്ക് അതുപോലെ തന്നെ കാണാനത്തെ വലിയ സന്തോഷമല്ലേ. അങ്ങനെ എഴുന്നൂറ്റുകാരായ ഞങ്ങളുടെ ചില ആളുകൾ എല്ലാമേ അവർ അമേരിക്കയിലാണെന്നൊക്കെ പറഞ്ഞാൽ എങ്ങാണ്ടൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ വിചാരിച്ചു ഈ അമേരിക്ക എന്ന് പറഞ്ഞാൽ ചെന്നാൽ അവിടുത്തെ മല്ലപ്പള്ളിയിൽ നിന്ന് എഴുമറ്റൂരോട്ട് വരുന്നത് പോലെയും എഴുമറ്റൂരിൽ നിന്ന് അങ്ങ് റാന്നിയിലെ ആ സഭയിലോട്ടൊന്ന് പോകുന്നത് പോലെയും അവിടെ നിന്ന് അങ്ങ് കോട്ടയത്തെ സഭയിലോട്ടൊന്ന് പോകുന്നത് പോലെയും ഒക്കെ ഉള്ള ദൂരത്തിൽ സഭകളുണ്ട്. അതുകൊണ്ട് അങ്ങ് ചെന്നിട്ട് ഈ സഭകളിലൊക്കെ ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒന്ന് പോയി പല സഹോദരന്മാരെയും ഒക്കെ കാണാം എന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്രതീക്ഷ. വന്നപ്പോൾ എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിപ്പോയി. 1500 മൈല് 1300 മൈല് ഇങ്ങനെയൊക്കെ ദൂരത്തിലാ ഈ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ടുള്ള സഹോദരന്മാരെ കാണണമെങ്കിൽ ഒന്ന് പോകേണ്ടത്. അതൊരു വല്ലാത്ത ഏർപ്പാടായിപ്പോയി. അതുകൊണ്ട് ഞാൻ ആ പരിപാടിയിൽ തന്നെ അങ്ങ് ഒരു തളർച്ച